നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി എന്തെങ്ങനെ ചിന്തിക്കുന്നേ? ഞാൻ പറഞ്ഞ കാര്യങ്ങള് എനിക്ക് സാധിച്ചു തരാനേ ചേച്ചിയെ കൊണ്ട് പറ്റില്ലേ? പറ്റും, തീർച്ചയായും പറ്റും. അതിനു മുമ്പ് നീ ചില കാര്യങ്ങളൊക്കെ അറിയണം. അതെന്താ ഞാൻ അറിയേണ്ട കാര്യങ്ങള്? പല്ലവി, ഞാൻ എപ്പോഴെങ്കിലും അമിതമായി ആഭരണങ്ങൾ അണിയുന്നത് നീ കണ്ടിട്ടുണ്ടോ? അത് ഇല്ല. ദേവമ്മയുടെ ആഭരണങ്ങൾ മുഴുവനും എനിക്ക് നൽകിയതാണ്. എന്നാ ഞാൻ അതിൽ നിന്നും ഒരു തരി സ്വർണം പോലും എടുക്കാതെ സകലതും തിരികെ കൊടുത്തു. ഞാനിപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണാ. അതൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടോ അങ്ങനൊരു സ്ഥാനം കമ്പനിയിൽ എനിക്ക് വേണമെന്ന് വിശാൽ സാറിനോട് പറഞ്ഞിട്ടോ കിട്ടിയതല്ല. സാറായിട്ട് എന്നെ ആ കസേരയിൽ ഇരുത്തിയതാ. പക്ഷേ എനിക്ക് കിട്ടിയ ആ സ്വർണ്ണാഭരണങ്ങളെക്കാളും കമ്പനിയിലെ എന്റെ പദവിയെക്കാളും ഞാൻ വിലമതിക്കുന്നത് മറ്റൊന്നാ, വിശാൽ സാറിന്റെ ഭാര്യ എന്ന സ്ഥാനം. അതാ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. വിശാൽ സാറിന്റെ ഭാര്യയായിട്ടിരുന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക, അതാണ് മഹത്തരം. അതുകൊണ്ടാ പലപ്പോഴും ഞാൻ ഓഫീസിലേക്ക് പോവാതെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയുന്നത്. അതാണ് ഒരു ഭാര്യയുടെ കടമ. ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം വിശാൽ സാറിന്റെ ഭാര്യയാവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിലുള്ള സന്തോഷം. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, പല്ലവിക്ക് എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്? ആഭരണങ്ങൾ അണിഞ്ഞ് ഇവിടത്തെ മരുമകളാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതാണോ? ഓഫീസില് ഉയർന്ന ജോലി കിട്ടുന്നതാണോ? അതോ വിപിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വിപിന്റെ ഭാര്യയായി മാത്രം ജീവിക്കുന്നതാണോ? പറയേ, ഏതാ നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്? പല്ലവി, നീ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ വിപിനോട് വിശദമായിട്ട് സംസാരിച്ചു. അവനെ ഞാൻ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ കള്ളം പറഞ്ഞ് അവനെ വിവാഹം കഴിച്ചെന്ന് അവനിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിന്നോടുള്ള എല്ലാ വെറുപ്പും അവൻ മറന്നു കഴിഞ്ഞു. ഇനി സ്നേഹത്തോടെ ഐക്യത്തോടെ നിന്നെ ഭാര്യയായി അംഗീകരിച്ച് ജീവിക്കാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. വിപിൻ നിന്നെ ഭാര്യയായി അംഗീകരിച്ചു കഴിഞ്ഞ നീ പിന്നെ ഈ വീടിന്റെ മരുമകൾ തന്നെയല്ലേ മോളെ? വിപിൻ നിന്നെ അംഗീകരിക്കുന്നതോടെ ആഭരണങ്ങളും പദവിയും ഒന്നുമില്ലെങ്കിലും നിന്നെ ഈ വീട്ടിലെ മരുമകളായി പ്രഭാവതി അമ്മ അടക്കമുള്ള സകലരും അംഗീകരിക്കും. പാർവതി പറഞ്ഞ സത്യ. എനിക്കിപ്പോ നിന്നോട് യാതൊരു വിരോധവുമില്ല. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുണ്ടായിരുന്ന വിദ്വേഷമെല്ലാം പാർവതി ഉപദേശിച്ച് മാറ്റിയെടുത്തു. ഇനി ഒരിക്കലും ഞാൻ നിന്നെ അവഗണിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ടിനെ ഞാനും നീയും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാം. അത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ആ വാക്കിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. പല്ലവി, ഇനി മരണം വരെ നിന്റെ നല്ല പാതിയായി ഞാനുണ്ടാവും. മതി, എനിക്കിത് കേട്ടാ മതി. ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. അതെ, ഞാൻ ചോദിച്ചതിനേക്കാൾ വലിയൊരു സമ്മാനം ചേച്ചി എനിക്ക് തന്നു. അതെന്താ അത്ര വലിയൊരു സമ്മാനം? അതോ, വിപിൻ സാറ് ഇനി ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടില്ലല്ലോ. ഇനി എന്നും പിണക്കമൊക്കെ മറന്ന് എന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാന്ന് വിപിൻ സാറ് ചേച്ചിക്ക് വാക്കു കൊടുത്തിരിക്കുക.
ഇങ്ങനെയൊക്കെ ആയതിന് പ്രഭാവതി അമ്മയോട് നന്ദി പറയണമെന്ന് ചേച്ചി പറഞ്ഞു. എന്നോട് നന്ദി പറയാനോ? എന്നോടെന്തിനാ നന്ദി പറയുന്നത്? അമ്മയോട് നന്ദി പറയണം. അതിപ്പോ ചേച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിലും ഞാൻ നന്ദി പറയുമായിരുന്നു. അല്ല, അതിനെന്താ ഇപ്പൊ കാരണം? അത് പറ. അമ്മയാണല്ലോ ആഭരണങ്ങളും ജോലിയും ചോദിക്കാൻ വേണ്ടി എന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ആ, അല്ല, ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്ത് കാര്യം? നിനക്ക് സ്വർണവും ജോലിയൊന്നും നിന്റെ ചേച്ചി തന്നില്ലല്ലോ. ഇല്ല, പക്ഷേ അതൊന്നും അല്ലല്ലോ സന്തോഷത്തിന്റെ അടിസ്ഥാനം. സന്തോഷത്തിന്റെ അടിസ്ഥാനം നല്ല കുടുംബജീവിതം. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ പരം ഒരു സന്തോഷം മറ്റൊന്നിൽ നിന്നും കിട്ടില്ലെന്നാ ചേച്ചി പറഞ്ഞത്. സ്വർണവും ജോലിയൊന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ല. ചേച്ചി അത് പറഞ്ഞപ്പോ എനിക്കും അത് ശരിയായി തോന്നി. ഇനി എന്റെ ലക്ഷ്യം സ്നേഹം കൊണ്ട് വിപിൻ സാറിന്റെ മനസ്സ് കീഴടക്കുക. എന്നോടുള്ള വെറുപ്പ് മറന്നുവെന്ന് സാറ് ചേച്ചിക്ക് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് സാറിന്റെ മനസ്സിൽ ചേക്കേറാൻ എനിക്കിനി ഈസി ആയിട്ട് കഴിയും. വിപിൻ സാറിനോട് വഴക്കിടരുതെന്ന് പറഞ്ഞ് ചേച്ചി എന്നോട് സത്യം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നോട് പിണങ്ങരുതെന്ന് വിപിൻ സാറിനോടും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വിപിൻ സാറെ അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അല്ല പല്ലവി, നിന്നോടുള്ള വെറുപ്പ് ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടും അവന്റെ ചേട്ടൻ വിശാല് പറഞ്ഞിട്ടും കേൾക്കാത്ത വിപിൻ എന്താ ഇപ്പൊ നിന്റെ ചേച്ചി പറയുന്നത് മാത്രം അനുസരിക്കുന്നത്? അതിലെനിക്ക് എന്തോ കുഴപ്പം തോന്നുന്നുണ്ട്. പല്ലവി, നിന്റെ ചേച്ചിയുടെ ഈ നീക്കങ്ങൾ നിന്റെ നന്മയ്ക്കാണോ അതോ നാശത്തിനാണോന്ന് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഞാനിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഏതായാലും വിപിൻ സാറിന് എന്നോടുള്ള ഇഷ്ടക്കേടും വൈരാഗ്യമൊക്കെ മാറിയല്ലോ. എനിക്ക് അത് മതി. ഇനി ആരൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയില്ല. ആന്റി, ആന്റിയുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ. ആന്റി പാർവതിക്കെതിരെ പല്ലവിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അയച്ചപ്പോഴേ ആന്റി മനസ്സിൽ കണ്ടത് അവളെ മാനത്ത് കണ്ടു. പാർവതിക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ കൂടി തിരിച്ച് നമുക്ക് നേരെ തന്നെയാണല്ലോ വരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.